നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 3rd ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗ സമവാക്യങ്ങൾ അതിലെ പേജ് നമ്പർ 45-ലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് സം ഓഡ് നമ്പേഴ്സ് ആൻഡ് ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്പ്ലെയിൻ വൈ ദേ ആർ ട്രൂ. The square of any odd number is odd. The square of any odd number leaves remainder 1 on division by 4. The square of any odd number leaves remainder 1 on division by 8. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ. എന്നിട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണോ, അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒറ്റ സംഖ്യകളുടെ വർഗം കണ്ടുപിടിച്ചിട്ട് താഴെ തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളിവിടെ വിവരിക്കേണ്ടത്. ഓഡ് നമ്പേഴ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1, 3, 5, 7, 9 എക്സെട്ര. ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ. ഇതിൻ്റെ സ്ക്വയർ എന്താണ്? 1ൻ്റെ സ്ക്വയർ എന്ത് വരും? 1. സ്ക്വയർ എഴുതേണ്ട ഈ ഓഡ് നമ്പേഴ്സിൻ്റെ 1. 3യുടെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ 25, 7ൻ്റെ സ്ക്വയർ 49, 9ൻ്റെ സ്ക്വയർ 81, അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നോക്കി ഈ സ്ക്വയേഴ്സൊക്കെ വരുന്നത് ഓഡ് നമ്പേഴ്സ് തന്നെയല്ലേ. ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളും ഒറ്റ സംഖ്യയായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ്. ഇനി നമുക്കതെങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. 2, 4, 6, 8 എക്സെട്ര ഇതെന്താണ്? ഈവൻ നമ്പേഴ്സാണ്. ഈ ഈവൻ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? ഈവൻ നമ്പേഴ്സിനെ 2n അല്ലേ? 2n, അതായത് 2ന് 1 കൊടുത്താൽ 2, 2ന് 2 കൊടുത്താൽ 4, 2ന് 3 കൊടുത്താൽ 6, അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഈവൻ നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 2n. അതേപോലെ ഓഡ് നമ്പേഴ്സിനെ, അതായത് 1, 3, 5, 7, 9 എക്സെട്ര ഇത് ഓഡ് നമ്പേഴ്സ്. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 2n + 1 എഴുതിക്കൂടെ? നോക്കിയേ, 2ന് 0 കൊടുത്താൽ എന്നൊരു 0 + 1 1. n-ന് 0 കൊടുത്താൽ, n-ന് 0 കൊടുത്താൽ ഇതെന്താവും? 2 × 0 + 1, അപ്പോൾ 1 ഫസ്റ്റ്. ഇനി n-ന് 2 കൊടുത്താൽ, n-ന് 1 കൊടുത്താൽ, അടുത്തത് 1 ആണല്ലോ. n = 0, 1, 2, 3 എങ്ങനെ പോകും? n-ന് 1 കൊടുത്താൽ എന്ത് വരും? 2 × 1 + 1, അപ്പോൾ എന്ത് വരും? 3. അപ്പോൾ അടുത്ത ഓഡ് നമ്പർ കിട്ടി. ഇനി n-ന് 2 കൊടുത്താലോ? 2 × 2 + 1, അതായത് 4 + 1 5, അപ്പോൾ അടുത്ത ഓഡ് നമ്പർ കിട്ടി. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ ആൾജിബ്രിക് ഫോമാണ് എന്താണ്? 2n + 1. അതുപോലെ ഈവൻ നമ്പേഴ്സിൻ്റെ ഫോം 2n. അതായത് ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ, ഓഡ് നമ്പേഴ്സിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എന്താണ്? 2n + 1. ആൾജിബ്രിക് ഫോം ഓഫ് ഓഡ് നമ്പേഴ്സ് ഇസ് 2n + 1. ആൾജിബ്രിക് ഫോം ഓഫ് ഓഡ് നമ്പേഴ്സ് ഇസ് 2n + 1. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കാം. ഇതിൻ്റെ സ്ക്വയർ എടുത്താലോ? 2n + 1 ഹോൾ സ്ക്വയർ is equal to, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? x + y the whole square is equal to x² + y² + 2xy. x + y whole square is equal to x² + 2xy + y². അതേപോലെ ഇവിടെ എന്ത് വരും? 2n² + 2n + 2 × 2n × 1 + 1². 2n² എന്താണ്? 4n². 2 × 2n എന്താണ്? 4n. 4n × 1 4n + 1² എന്താണ്? 1. അപ്പോൾ ഇതിൽ രണ്ടിലും 4 കോമൺ ആയിട്ടുണ്ട്. 4 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇത് എന്ത് വരും? n² + ഇവിടെ പിന്നെ n ആണ്. 4n നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം കേട്ടോ. n² 4n കോമൺ ആയിട്ട് എടുക്കാം. നമുക്ക് ഇതിൽ രണ്ടിനും 2 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. 2 പുറത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 2n² വരും. അതുപോലെ ഇവിടെ എന്ത് വരും? 2n വരും. +1 പുറത്തുള്ളത് 1. അപ്പോൾ ഒരു 2 × 2n² + 2n + 1. അപ്പോൾ 2 × a number +1. അതായത് ഇത് ഈ ഫോം തന്നെയല്ലേ? അതായത് നമ്മുടെ ആൾജിബ്രിക് ഫോം ഓഫ് ഓഡ് നമ്പറിൻ്റെ ഫോം തന്നെ 2n + 1. ഇവിടെ എന്നുള്ളത് ഇത്രയും പാർട്ട്
ഒരു നമ്പറായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ 2n+1 ഇതിന് നമുക്ക് k എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 2k+1. ഇവിടെ n സ്ക്വയർ 2n² പ്ലസ് 2n ഈസ് k ആയിട്ട് എടുത്തു. അപ്പോൾ ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറും? 2k+1. 2k+1 എന്നുള്ളത് ഇത് തന്നെയല്ലേ 2n+1 എന്നുള്ളത്, അതായത് ഓഡ് നമ്പറിന്റെ ആൾജിബ്രിക് ഫോം തന്നെയാണ്. അപ്പോൾ ഓഡ് നമ്പറിന്റെ സ്ക്വയർ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ആ സ്ക്വയർ ചെയ്ത് ഈ ഫോമിലേക്ക് എത്തി. അപ്പോൾ ഇതെന്താണ്? ഓഡ് നമ്പറിന്റെ ഫോം തന്നെയാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് 2k+1 എന്നുള്ളത് ഒരു ഓഡ് നമ്പറാണ്. അത് k എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കേക്ക് 1 കൊടുത്താൽ ഇതെന്ത് വരും? 3. കേക്ക് 3 കൊടുത്താൽ കേക്ക് 2 കൊടുത്താൽ 5. നമുക്ക് ഓഡ് നമ്പർ തന്നെ കിട്ടും. അപ്പോൾ 2k+1 എന്നുള്ളത് ഒരു ഓഡ് നമ്പർ തന്നെയാണ്. 2k+1 ഈസ് ഓഡ് നമ്പർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ്. അതായത് ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം എഴുതി അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, അതും ഒരു ഓഡ് നമ്പറിന്റെ ഫോമിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. Therefore the square of any odd number is odd. അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫായി. ഓക്കെ, ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ റിമൈൻഡർ 1 വരും. അല്ലെങ്കിൽ ഒരു ഒറ്റ സംഖ്യയുടെ വർഗത്തിനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. ഇതാണ് നമുക്കിവിടെ തെളിയിക്കേണ്ടത്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണ് എത്രയാണ്? 1, 3, 5, 7. അതിൻ്റെ സ്ക്വയർ എഴുതിയിട്ടുണ്ട്. 1, 3യുടെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ 25, എക്സെട്ര. ഇനി നമുക്ക് ഈ സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ 1 അല്ലേ? 1നെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ ഇവിടെ നമുക്ക് റിമൈൻഡർ 1 വരും. ഇനി അടുത്തത് 9 ആണ് അല്ലേ? ആ 9നെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ 2 × 8, ഇവിടെ റിമൈൻഡർ 1 വരും. അടുത്ത സ്ക്വയർ എന്താണ്? 25 ആണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ ഇത് 6 ടൈംസ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 24. അവിടെയും റിമൈൻഡർ 1 വരും. അങ്ങനെ ഏത് ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എടുത്ത് ചെയ്ത് നോക്കിയാലും 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൾജിബ്രിക് ഫോം എങ്ങനെ എഴുതാം? 4n+1 എഴുതിക്കൂടെ? അതായത് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം അല്ലേ? അപ്പോൾ 4n എന്ന് പറയുമ്പോൾ അവിടെ 4 കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാം. ശിഷ്ടം 1 വരണമെങ്കിൽ അവിടെ 1 നമ്മൾ കൂട്ടിക്കൊടുക്കാം. അപ്പോൾ 4n+1 ആണ് എന്ത്? algebraic form of any natural number which leaves remainder 1 on division by 4. അത് നമുക്ക് എടുത്തെഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? algebraic form of any natural number which leaves remainder 1 on division by 4, 4n+1 എഴുതാം. ഇനി ഇതിന്റെ സ്ക്വയർ എടുക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഓഡ് നമ്പറിന്റെ ആൾജിബ്രിക് ഫോം എന്താണ്? ഓഡ് നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അതെങ്ങനെയാണ്? 2n+1. ഇനി അതിന്റെ സ്ക്വയർ എടുക്കാം. 2n+1 ഹോൾ സ്ക്വയർ എന്താണ്? 2n² പ്ലസ് 2 × 2n × 1 + 1. അപ്പോൾ ഇതിന്റെ സ്ക്വയർ പറയുമ്പോൾ 2n² ആണ്. അപ്പോൾ 2ന്റെ സ്ക്വയർ എന്താണ്? 4, n-ന്റെ സ്ക്വയർ n, 4n² പ്ലസ് 2 × 2n എന്താണ്? 4n × 1. അപ്പോൾ അത് തന്നെ വരും 4n + 1. അപ്പോൾ ഇവിടെ 4 കോമൺ ആയിട്ട് എടുക്കാം. ഇതിൽ 4 × n² + n.
അതായത് ഈ രണ്ട് ടേമിൽ നിന്നും മനസ്സിലായില്ലേ, 4n² 4n അതിൽ നിന്ന് 4 പുറത്തെടുത്താൽ പിന്നെ ഇവിടെ വരുന്നത് n² ഇവിടെ വരുന്നത് n പ്ലസ് 1. അപ്പോൾ 4 ഇൻറ്റു എ നമ്പർ പ്ലസ് 1. അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോം ആയില്ലേ. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ 1 റിമൈൻഡർ വരണമെങ്കിൽ അതിൻ്റെ ഫോം എന്താണ്, ജനറൽ ഫോം 4n+1 എന്നുള്ള ഫോമാണ്. അതേപോലെ തന്നെ ഇവിടെ വന്നത് 4 ഇൻറ്റു ഈ n² + n എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ തന്നെ. അത് നമുക്ക് ഒന്നും കൂടെ ചുരുക്കി എഴുതാം. ഇതിന് നമുക്ക് k എന്ന് കൊടുക്കാം. 4k + 1 ഇവിടെ എഴുതാം. n² + n = k. അപ്പോൾ ഇതെന്തൊരു 4k + 1. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പർ ആയില്ലേ 4k + 1 എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ 4k + 1 എങ്ങനെ എഴുതാം? 4k + 1 leaves remainder 1 on division by 4. ഇപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഫോം ആയില്ലേ. എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ റിമൈൻഡർ 1 കിട്ടണം. റിമൈൻഡർ 4 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ 1 കിട്ടണം എന്നുള്ളതിൻ്റെ ഫോം എന്താണ്? 4n+1. അത് തന്നെ നമ്മളിവിടെ പ്രൂവ് ചെയ്തു, 4k + 1. അപ്പം നമുക്ക് പറയാലോ, എന്ത് പറയാം? The square of any odd number leaves remainder 1 on division by 4. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ പ്രൂഫായി. ഇനി തേർഡ് പാർട്ട് നോക്കാം. തേർഡ് പാർട്ട്, the square of any odd number leaves remainder 1 on division by 8. അപ്പം അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണം. എന്തിനെ? ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ 1നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 0. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 ശിഷ്ടം 1 വരും. അതുപോലെ അടുത്തത് 9 ആണ്. 9നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 1, 8 ശിഷ്ടം 1. അതുപോലെ അടുത്തതാണ് 25. 25നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 3, 24 ശിഷ്ടം 1. അങ്ങനെ പോകും. ഏത് നമ്പറിനെ, ഇതുപോലെ ഓഡ് നമ്പറിനെ ഏത് സ്ക്വയറിനെ 8 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 1 വരും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്തു. ഇനി നമുക്കത് പ്രൂവ് ചെയ്യണം. അതിൻ്റെ ആൾജിബ്രിക് ഫോമൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത 2 പാർട്ടും ഇല്ലേ, അതുപോലെ തന്നെയാണിത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിനെ 8 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8n+1. നമ്മൾ നേരത്തെ പഠിച്ചില്ല, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് എഴുതും? 4n+1. അതുപോലെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണമെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? 8n+1. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതെടുത്ത് എഴുതാം. നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 on division by 8. എങ്ങനെ എഴുതാം? 8n+1. ഇനി പ്രൂവ് ചെയ്യേണ്ടതിന് ഓഡ് നമ്പറിന്റെ സ്ക്വയറിന് എടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം അറിയാലോ, എന്താണ്? 2n+1. ഓഡ് നമ്പറിന്റെ ഫോം എന്താണ്? 2n+1. അതിന്റെ സ്ക്വയർ എടുക്കാം. 2n+1 ഹോൾ സ്ക്വയർ എന്താണ്? 2n² പ്ലസ് 2 ഇൻറ്റു 2n ഇൻറ്റു 1 പ്ലസ് 1². 2n² എന്ന് പറഞ്ഞാൽ എന്താണ്? 4n² അല്ലേ? പ്ലസ് 2 ഇൻറ്റു 2n ഇൻറ്റു 1 4n പ്ലസ് 1. ഇതിൽ രണ്ടിലും 4 ഉണ്ട്. അപ്പോൾ 4 നമ്മൾ പുറത്തെടുത്താൽ എന്ത് വരും? n² പ്ലസ് n. പിന്നെ ഇവിടെ ഉള്ളത് ബാക്കി എന്താണ്? +1. 4 ഇൻറ്റു n² പ്ലസ് n പ്ലസ് 1. നമുക്ക് വരേണ്ട ഫോം എന്താണ്? 8 ഇൻറ്റു എന്ന് വരണം അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം നോക്കാം. ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് വീണ്ടും n പുറത്തെടുക്കാം. 4
ഒരു n എടുക്കുമ്പോൾ ഇതിവിടെ എന്ത് വരും n² n ആവും, n എന്താവും 1 ആവും. അത് മനസ്സിലായല്ല? ഇത് രണ്ടിൽ നിന്നും n പുറത്തെടുത്തു, +1 4n × n+1. ഇവിടെ വന്നിരിക്കുന്നത് n × n+1. നമുക്ക് 8n കിട്ടണം അല്ലേ? 8 വരണം അവിടെ. ഇനി n × n+1 എന്നുള്ള എക്സ്പ്രഷൻ മാത്രം ഒന്ന് നോക്കിയേ. n × n+1. നമ്മളിവിടെ n-ന് 1 കൊടുക്കുമ്പോൾ ഇതെന്താവും? 1 × n+1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 1 2. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 വരും. ഇനി n-ന് 2 കൊടുക്കുമ്പോൾ ഇതെന്ത് വരും? 2 × 3 6 വരും. n-ന് 3 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 3 × 4. മനസ്സിലായില്ലേ? n-ന് 3, അപ്പോൾ n+1 എന്നുള്ളത് 3 + 1 4 വരും. അങ്ങനെ 3 × 4 12. ഇനി ഏത് നമ്പർ വേണമെങ്കിൽ കൊടുത്തു നോക്കി. n = 6 കൊടുത്ത്, അപ്പോൾ ഇവിടെ എന്ത് വരും? 6 × 7 എന്ന് വരും. 6 × 7 42. ഈ നമ്പേഴ്സ് എല്ലാം ഒന്ന് നോക്കിയാൽ ഇതെല്ലാം എന്ത് നമ്പേഴ്സാണ്? ഈവൺ നമ്പേഴ്സാണ്, ഇരട്ട സംഖ്യകളാണ് അല്ലേ? അപ്പം നമുക്ക് ഈ n × n+1 എന്നുള്ളത് ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2n എഴുതിക്കൂടെ? ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം 2n എന്നല്ലേ? അപ്പം നമുക്കിവിടെ 2n, ഇതിനെ ജനറലായിട്ട് നമുക്ക് 2n എന്ന് വരാം. അതായത് n × n+1 എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ 2n എഴുതാം. അപ്പോൾ 4 × ഇവിടെ 2n-ന് നമുക്കിവിടെ 2k എന്ന്, നമ്മൾ നേരത്തേക്ക് എടുത്തത് k എന്നാണല്ലോ, അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ k എന്ന് എടുക്കാം. അപ്പോൾ 4 × ഇതിന് പകരം എന്തെഴുതാം? 2k + 1. 4 × 2k എന്ത് വരും? 8k. 8k + 1 ഇതല്ലേ നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നോക്ക്, 8k + 1 എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. അതാ ഈ എക്സ്പ്രഷനിൽ തന്നെ ഉണ്ട് അല്ലേ? 8k + 1 ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ 8k + 1 എന്താണ്? അത് ലീവ്സ്, ഈ നമ്പർ ലീവ്സ് റിമൈൻഡർ, ലീവ്സ് നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെ. പിന്നെ ഈ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റിമൈൻഡർ, ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. സോറി, ഡിവിഷൻ ബൈ 8. 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുത്തും ഈ എക്സ്പ്രഷൻ 8k + 1. അപ്പം അതിൻ്റെ പ്രൂഫായില്ലേ? അപ്പോൾ ആ പാർട്ട് എടുത്തെഴുതുക. therefore the square of any odd number leaves remainder 1 on division by 8. അതിൻ്റെ പ്രൂഫായി. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഓഡ് നമ്പർ ആണല്ലോ നമ്മുടെ ഇവിടുത്തെ മെയിൻ എല്ലാ പ്രോബ്ലംസും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം അറിയാം, 2n + 1. അതിൻ്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടം വരെ വരും, 4 × n² + n+1. ഇനി വീണ്ടും ഒരു n എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ n+1 + 1 നമുക്ക് കിട്ടേണ്ടത് നോക്കണം. ഇതാണ് വരേണ്ടത്, 8n വരണം. അതിനെന്ത് ചെയ്യണം നോക്കാം. അപ്പോൾ 4 × ഇത്രയും ഉള്ളത് ഒരു 2k എന്ന് വന്നാൽ ഇവിടെ 8k എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ n × n+1-ന് നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കാം. n-ന് 0 കൊടുത്താൽ, n-ന് 1 കൊടുത്താലും 2 കൊടുത്ത് 3 കൊടുത്ത് അങ്ങനെ ഏത് നമ്പർ കൊടുത്താലും നമുക്ക് കിട്ടുന്നത് ഒരു ഈവൺ നമ്പറാണ്. അതുകൊണ്ട് n × n+1 എന്നുള്ളതൊരു ഈവൺ നമ്പറിൻ്റെ ഫോമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെഴുതാം? 2n അല്ലെങ്കിൽ 2k. 4 × 2k എന്ന് എടുക്കുക. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ 4 × 2k 8k നീട്ടി +1. +1 വരുമ്പോഴെന്താണ്? അവിടെ റിമൈൻഡർ 1 വരും. അപ്പം അതിൻ്റെ പ്രൂഫായി. അപ്പം അത് നന്നായി മനസ്സിലാക്കി വെക്കുക. ഈ ഒരു സ്റ്റെപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമ്മൾ ഇപ്പോൾ ചെയ്തതെല്ലാം ഒരേ ടൈപ്പ് തന്നെയാണ്. ഓക്കെ. Second question, calculate the remainders on dividing the squares of some natural numbers by 4. Explain why the statements below are true. The square of any natural number divided by 4 leaves remainder 0 or 1. Any natural number which leaves remainder 2 or 3 on division by 4 is not a perfect square. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ
നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം കണക്കാക്കുക. എന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്നുള്ള സംഖ്യകൾ അറിയാലോ. 1 2 3 4 5 എക്സെട്ര. അതിന്റെ സ്ക്വയർ എന്താണ്? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5യുടെ സ്ക്വയർ 25, അങ്ങനെ പോകും. ഇവിടെ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 or 1. അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 അല്ലെങ്കിൽ 1 വരണം. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 അല്ലെങ്കിൽ 1 വരണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ നോക്കാം. നമ്മുടെ എണ്ണൽ സംഖ്യകൾ വെച്ചിട്ട് തന്നെ അതിൻ്റെ സ്ക്വയർ വർഗ്ഗങ്ങളെ വെച്ച് നോക്കാം. അത് 1 4 9 16 അങ്ങനെ പോകുന്നു. ഇതിന് 4 കൊണ്ട് ഇപ്പോൾ 1ന് 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 1ൽ 4 പോകില്ലല്ലോ, അപ്പോൾ അവിടെ ശിഷ്ടം 0 വരും, അല്ല ശിഷ്ടം 1 വരും. 4ന് 4 കൊണ്ട് ഹരിച്ചാലാ അത് ഒരു പ്രാവശ്യം പോകും, ശിഷ്ടം 0 വരും. 9ന് 4 കൊണ്ട് ഹരിച്ചാലാ അവിടെ 2 പ്രാവശ്യം പോകും, അല്ലേ, ശിഷ്ടം 1 വരും. അതുപോലെ 16ന് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരും. ഇനി 25ന് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്പേഴ്സ് നോക്കുമ്പോൾ അത് ശരിയാണ്, അല്ലേ? ഇനി അതിൻ്റെ പ്രൂഫും ഉണ്ടാക്കണം, പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുന്നതെങ്കിൽ അതിന് ജനറൽ ഫോം എന്താണ്? 4n ആണ്, അല്ലേ? ഇനി ശിഷ്ടം 1 വരുന്നതെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം എന്താവും? 4n + 1 എന്നാവും. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 4n and 4n + 1 നമ്മുടെ ആൻസർ കിട്ടണം. അതായത് നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 4 എന്നുള്ളത് അതിൻ്റെ ജനറൽ ഫോം എന്താണ്? 4n. ഇനി അത് തന്നെ 1 വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ലീവിങ് റിമൈൻഡർ, ഇവിടെ ഇത്രയും ഞാൻ എഴുതുന്നില്ല, ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 അതെങ്ങനെ വരും? അതിന് ജനറൽ ഫോം എങ്ങനെ വരും? 4n + 1. ഇനി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്ത് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 എക്സെട്ര. അതിൽ ഓഡ് നമ്പറും വരുന്നുണ്ട്, ഈവൻ നമ്പറും വരുന്നുണ്ട്. അപ്പം നമുക്ക് 2 ഫോമും ചെയ്യണം, അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ, ഈവൻ നമ്പറിൻ്റെ ഫോം എന്താണ്? ഈവൻ നമ്പർ എന്താണ്? 2n. ഓഡ് നമ്പറാ? ഓഡ് നമ്പറിൻ്റെ ഫോം എന്താണ്? 2n + 1. ഈവൻ നമ്പർ 2n, ഓഡ് നമ്പർ 2n + 1. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്വയർ എന്ത് വരും? 2n സ്ക്വയർ എന്ത് വരും? 4n², അല്ലേ? ഈ 4n² എന്നുള്ളത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുള്ളൂ, അല്ലെങ്കിൽ ഇതിനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാം 4k. 4n² എന്നുള്ളത് 4k എന്ന് എടുത്ത് ഇതെന്താണ്? 4k ലീവ്സ് റിമൈൻഡർ, 4k ലീവ്സ് റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ലീവ്സ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ നമ്മുടെ ഈവൻ നമ്പറിൻ്റെ പ്രൂഫായി, അത് തെളിയിച്ചു, അല്ലേ? 2n അതിൻ്റെ സ്ക്വയർ എടുത്ത് 4n², അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് 4k, അതിൽ നിന്ന് അതിൻ്റെ പ്രൂഫായി. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരും, അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഓഡ് നമ്പറിൻ്റെ കേസ് നോക്കാം. ഓഡ് നമ്പറിന് എങ്ങനെ വരും? ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. 2n + 1 ഹോൾ സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ. 2n² + 2 × 2n × 1 + 1². 2n² എന്താണ്? 4n² പ്ലസ് ഇവിടെ 4n വരും +1.
ഇനി ഇതിൽ 4 കോമൺ ആയിട്ട് എടുക്കാം, അല്ല 4n എടുക്കാം ഇവിടെ അല്ലേ. ഇതിന്ന് രണ്ടിന്ന് 4n എടുക്കാം. 4n എടുത്താൽ നമുക്ക് വരേണ്ട ഫോം എന്താണ്? ഇതാണ് വരേണ്ടത്, 4n+1, അതായത് 4k+1. 4n എടുത്താൽ ഇവിടെ പിന്നെ ഉള്ളത് എന്താണ്? n ആണ്. ഇവിടെ 4n തന്നെയാണ്, അപ്പോൾ ഇവിടെ 1 ആണ്, പ്ലസ് 1. ഇതിന്ന് രണ്ടിന്ന് നമുക്ക് 4 കോമൺ ആയിട്ട് എടുക്കാം. 4 × n² + n + 1. ഇതിന് നമുക്ക് k എന്ന് കൊടുക്കാം, n² + n. അപ്പോൾ 4 × k, 4k+1. ഈ 4k+1 എന്നുള്ളത് 4n+1. ഇത് നമുക്ക് എന്ത് പറയാം? ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4, വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ രണ്ടിൻ്റെയും പ്രൂഫായില്ലേ? ഇതിപ്പോൾ ഈ ഓഡ് നമ്പർ വെച്ചിട്ട്, ഒറ്റ സംഖ്യകൾ വെച്ചിട്ട് അതിൻ്റെ വർഗ്ഗം എടുത്തിട്ട് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഏത് ഫോമിൽ വന്ന്? 4n+1 ഉള്ള ഫോമിൽ കിട്ടണം. അത് നമുക്ക് കിട്ടി. 4k+1. 4k+1 എന്ന് വന്നാൽ അറിയാം എന്താണ് ഇവിടെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. ആ ഫോമിലെത്തി. അപ്പോൾ അതിൻ്റെ പ്രൂഫായി. അതുപോലെ ഇവിടെ ഇരട്ട സംഖ്യകൾ, അത് 4k എന്ന് വന്നു. 4k എന്ന് വരുമ്പോൾ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. രണ്ടിൻ്റെയും പ്രൂഫായി. അപ്പോൾ എടുത്തെഴുതാം, therefore the square of any natural number divided by 4 leaves remainder 0 or 1. ഓക്കെ. രണ്ടാമത്തെ പാർട്ട് നോക്കാം. എനി നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 or 3 ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയുടെ അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 അല്ലെങ്കിൽ 3 വന്നാൽ അതൊരു പൂർണ്ണവർഗം ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. ഒരു നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ 2 or 3 റിമൈൻഡർ വന്നാൽ നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 4, അത് നമുക്ക് എങ്ങനെ എഴുതാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം. അപ്പോൾ 4n+2 എന്നല്ലേ എഴുതേണ്ടത്. നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് എന്താണ്? 4n+2. റിമൈൻഡർ വരേണ്ടത് 2 ആണ്. അപ്പോൾ 4n+2. ഇതെന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ +2 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 + 2 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുമോ? പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ല, പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഒന്നുകിൽ 4n എന്ന് വരണം, അല്ലെങ്കിൽ 4n+1 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 4n+2 ആണ്. ഇതൊരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ ആവൂലല്ലോ. അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണമെങ്കിൽ ഒന്നുകിൽ 4n എന്നുള്ള ഫോമിൽ വരണം, അല്ലെങ്കിൽ 4n+1 എന്നുള്ള ഫോമിൽ വരണം. ഇത് രണ്ടുമല്ല, ഇവിടെ വന്നിരിക്കുന്നത് 4n+2 ആണ്. അപ്പം അതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. പിന്നെ ഒരു കേസും കൂടി പറഞ്ഞിട്ടുണ്ട്, റിമൈൻഡർ 3 വരുന്നത്. അത് എങ്ങനെ വരും? ഇതുപോലെ തന്നെ എഴുതാം. നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 4n+3 അല്ലേ. ഇതും എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 + 3 ആയിട്ടാണ് വരുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 4 + 3. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവോ? പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഒന്നുകിൽ 4n എന്നുള്ള ഫോമിൽ വരണം, അല്ലെങ്കിൽ 4n+1 എന്നുള്ള ഫോമിൽ വരണം. അപ്പോൾ ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? സിൻസ് ദീസ് നമ്പേഴ്സ് ആർ not of the form 4n or 4n+1, therefore these numbers are not perfect squares.
Since these numbers are not of the form of multiple of 4 or multiple of 4 plus 1, multiple of 4 plus 1, therefore these numbers are not perfect squares. അതായത് ഈ നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതാണ് നമുക്കിവിടെ തെളിയിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് ഒന്നുകൂടെ പറയാം. ഡിവിഷൻ ബൈ റിമൈൻഡർ 2 വരുന്ന കേസിൽ നമ്മൾ 4n+2 എന്ന് എടുക്കാം. അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണമെങ്കിൽ ഒന്നുകിൽ 4n എന്നുള്ള ഫോമിൽ വരണം, അല്ലെങ്കിൽ 4n+1 എന്നുള്ള ഫോമിൽ വരണം. ഇത് രണ്ടിലുമല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. രണ്ടാമത്തേത് റിമൈൻഡർ 3 വരുന്നത് 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോഴും റിമൈൻഡർ 3, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്നത് എങ്ങനെ എഴുതാം? 4n+3 എന്ന് എഴുതാം. ഇതും പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമിലല്ല. സിൻസ് ഈ നമ്പറുകളെല്ലാം 4ൻ്റെ ഗുണിതങ്ങളോ അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതം +1 എന്നുള്ള ഫോമിലല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും പൂർണ്ണവർഗങ്ങളല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ്, അത് ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ വളരെ ഉപകാരപ്പെടും. ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അതിൽ നിന്ന്. ഓക്കെ.